2025 ഒക്ടോബർ 3 വെള്ളി 1201 കന്നി 17 ജനയുഗം മുഖപ്രസംഗം വായിക്കുന്നത് ജിതേഷ് കണ്ണപുരം. രാഷ്ട്രപിതാവിനെ കൊന്നത് മതഭ്രാന്തന്മാർ തന്നെയാണ്. ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളും മതേതര ആശയത്തിൽ വിശ്വസിക്കുന്നവരും ഫാസിസത്തിൻ്റെ കരാളഹസ്തങ്ങളിൽ ഈ രാജ്യം ചെന്നുപെടരുത് എന്ന് ആഗ്രഹിക്കുന്നവരും മനുഷ്യസ്നേഹികളും ആവർത്തിച്ച് ഓർമ്മിക്കേണ്ട കാര്യമാണ് രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയത് മതഭ്രാന്ത് മൂത്ത ആളുകളാണെന്നത്. കാലം എത്ര മുന്നോട്ടു പോയാലും തലമുറകൾ മാറിയാലും ഈ സത്യത്തെ, ചരിത്ര വസ്തുതയെ കൊച്ചു കുഞ്ഞുങ്ങളിലേക്കടക്കം പകർന്നു നൽകുക തന്നെ വേണം. ചരിത്രത്തെ തമസ്കരിക്കാനും വളച്ചൊടിക്കാനും തങ്ങളുടെ വ്യാഖ്യാനങ്ങൾ തിരുകി കയറ്റാനും വലിയ ശ്രമങ്ങളാണ് വർത്തമാനകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. മഹാത്മജിയുടെ ഘാതകരെയും അതിന് പിന്തുണ കൊടുത്തവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും കടുത്ത നടപടികൾ സ്വീകരിക്കുകയും ചെയ്ത ധീരദേശാഭിമാനികളെ വരെ ചരിത്രം വളച്ചൊടിച്ച് സ്വന്തമാക്കാനും തങ്ങളുടെ താൽപ്പര്യങ്ങൾക്കായി ഉപയോഗിക്കാനും ശ്രമിക്കുന്നത് കണ്ടവരാണ് നാം. അതിനാൽ തന്നെ മതത്തെയും വിശ്വാസത്തെയും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായും അധികാരം കൈപ്പിടിയിൽ ഒതുക്കുന്നതിനായും കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നവർ അധികം വൈകാതെ മഹാത്മജിയെയും അവരുടെ ആശയധാരയിലേക്ക് നിഷ്പ്രയാസം കുടിയിരുത്തുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിൻ്റെ തുടക്കമാണ് ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ കാണാൻ കഴിഞ്ഞത്. സ്വാതന്ത്ര്യാനന്തരം മതവർഗീയ ഭ്രാന്തന്മാരുടെ ആക്രമണം ഏറ്റവും അധികം നേരിട്ടത് രാഷ്ട്രപിതാവായ മഹാത്മജിയാണ്. അദ്ദേഹത്തെ അപമാനിക്കാനും അവഹേളിക്കാനും കിണഞ്ഞു പരിശ്രമിച്ചവർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കള്ളപ്രചരണങ്ങൾ മലവെള്ളപ്പാച്ചിൽ പോലെ നടത്തിയിരുന്നു. അതിപ്പോഴും തുടരുന്നു. ഗാന്ധിയൻ ആശയങ്ങളെ, സമരപരിപാടികളെ, സത്യാന്വേഷണ പരീക്ഷണങ്ങളെ എല്ലാം കാലങ്ങളായി അപമാനിക്കാനും വളച്ചൊടിക്കാനും വികൃതമാക്കി പ്രചരിപ്പിക്കാനും സകല ശക്തിയും പ്രയോഗിച്ചവർ ഇപ്പോൾ ആവനാഴിയിലെ ആയുധങ്ങളെല്ലാം എടുത്തു പ്രയോഗിച്ചു കഴിഞ്ഞപ്പോൾ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ പ്രകീർത്തിക്കാനും പുകഴ്ത്താനും തുടങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് കാണാനാകുന്നത്. ഇതിനെ ജനാധിപത്യ വിശ്വാസികൾ എതിർക്കുകയും പ്രതിരോധിക്കുകയും വേണം. അല്ലാത്തപക്ഷം ഇവർ പറയുന്ന, പ്രചരിപ്പിക്കുന്ന ഗാന്ധിയെ വരും തലമുറയിലുള്ളവർ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന അവസ്ഥ സംജാതമാകും. അതിന് നാം അനുവദിച്ചുകൂടാ. എന്തായിരുന്നു ഗാന്ധിയെന്നും എന്തിനു വേണ്ടിയായിരുന്നു അദ്ദേഹം നിലകൊണ്ടതെന്നും അറിയുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ട കാലമാണിത്. സമാധാനത്തിൻ്റെ പ്രവാചകനായി ലോകം ഗാന്ധിയെ ആരാധിക്കുമ്പോൾ ഗാന്ധി ജനിച്ചു മരിച്ച ദേശത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതാദർശങ്ങളിലും ചിന്തകളിലും പ്രവൃത്തികളിലും വിഷം ചേർക്കാൻ നടക്കുന്ന ശ്രമങ്ങളെ കൂടുതൽ ജാഗ്രതയോടെ എതിർക്കേണ്ടതുണ്ട്. ഇന്ന് ഗാന്ധി സ്മൃതി നടത്തുന്നവർക്ക് ഇന്നലെ വരെ എന്തായിരുന്നു ഗാന്ധി എന്ന വസ്തുത യഥാർത്ഥ രാജ്യസ്നേഹികളും ജനാധിപത്യ മതേതര വിശ്വാസികളും ആവർത്തിച്ച് ലോകത്തോട് പറയേണ്ട സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. ഗാന്ധിജി നൽകിയ സംഭാവനകൾ വലുതാണെന്നും അദ്ദേഹം രാജ്യത്തെ അനീതിയിൽ നിന്നു സംരക്ഷിച്ചുവെന്നുമൊക്കെ പറയുന്നവർ ഇത്രയും നാൾ എന്താണ് ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞതെന്ന് കൂടി തിരിഞ്ഞു നോക്കുന്നത് നന്നായിരിക്കും. ഗാന്ധി ഘാതകർക്ക് പ്രതിഷ്ഠയൊരുക്കുകയും ഗാന്ധിയെ അപമാനിക്കുന്നവർക്ക് പാരിതോഷികങ്ങൾ നൽകുകയും ഗാന്ധി പ്രതിമകൾ തകർക്കുകയും ഗാന്ധിയൻ ഓർമ്മകളെയും ചിഹ്നങ്ങളെയും നിരന്തരം അപമാനിക്കുകയും ചെയ്തവർ ഗാന്ധിജി ഭാരതത്തിൻ്റെ സ്വത്വത്തിൽ അധിഷ്ഠിതമായ രാഷ്ട്രം വിഭാവനം ചെയ്തു എന്നൊക്കെ പരാമർശങ്ങൾ നടത്തുമ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന ഗാന്ധി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മജി തന്നെയാണോ എന്ന് സംശയിക്കേണ്ട സാഹചര്യമാണ്. സർദാർ വല്ലഭായ് പട്ടേലിനെ എങ്ങനെയാണ് ഭൂരിപക്ഷ വർഗീയതയുടെ പ്രചാരകർ കഴിഞ്ഞ കുറേ കാലമായി അവരുടെ ആവശ്യങ്ങൾക്കും താൽപ്പര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിച്ചതെന്നതിൻ്റെ നാൾവഴികൾ നമ്മുടെ മുന്നിലുണ്ട്. പടുകൂറ്റൻ പ്രതിമയുയർത്തി പട്ടേലിൻ്റെ പാരമ്പര്യം തങ്ങൾക്കാണെന്നവർ പറയുമ്പോൾ അതിനെ പ്രതിരോധിക്കാനോ എതിർക്കാനോ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പിന്തുടർച്ചക്കാരും മതേതരത്വത്തിൻ്റെ കാവലാളുകളും എന്ന് അവകാശപ്പെട്ടവർ വേണ്ട രീതിയിൽ ശ്രമിക്കാതിരുന്നതിൻ്റെ അനന്തരഫലമാണ് ഇപ്പോൾ മഹാത്മജിയുടെയും ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും ഒക്കെ പേരുകൾ ഉച്ചരിക്കാൻ വേണ്ടി പോലും അവർക്ക് ധൈര്യം നൽകുന്നത്. സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും വേണ്ടി മാത്രമല്ല, വർഗീയ വിഷം വ്യാപിപ്പിക്കുന്നവർക്കെതിരെയും നിലകൊണ്ട മഹാത്മാവാണ് ഗാന്ധിജി. ഇപ്പോൾ ഗാന്ധിയെ പുകഴ്ത്താൻ തയ്യാറായവർ മുന്നോട്ടേക്ക് വെക്കുന്ന രാഷ്ട്രീയത്തെ അല്ല അദ്ദേഹം പ്രതിനിധാനം ചെയ്തതെന്നും ഗാന്ധിജി മുന്നോട്ട് വെച്ച മാനവികതയുടെ കൊടും ശത്രുക്കളാണ് ഇവരെന്നും അവരോട് തന്നെ പറഞ്ഞുകൊടുക്കാൻ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ മുന്നിട്ടിറങ്ങണം. ഗാന്ധി ജയന്തി ദിനത്തിൽ ഗാന്ധി വധത്തിൽ ഏറ്റവും അധികം ആരോപണങ്ങൾ നേരിട്ടവർ തന്നെ ഗാന്ധി പ്രകീർത്തനവുമായി ഇറങ്ങുന്നത് ദുഷ്ടലാക്കോടെ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. വർഗീയതയോടും മനുഷ്യവിരുദ്ധതയോടും വിട്ടുവീഴ്ചയില്ലാതെ നിലകൊണ്ടതിനാലാണ് മതഭ്രാന്തന്മാരുടെ വെടിയുണ്ടകൾ അദ്ദേഹത്തിൻ്റെ ജീവനെടുത്തത്. അദ്ദേഹത്തിൻ്റെ ഘാതകരെയും അതിന് ഗൂഢാലോചന നടത്തിയവരെയും തള്ളിപ്പറയാത്ത കാലത്തോളം ഇവർ നടത്തിയ ഗാന്ധി സ്തുതികൾ അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് തുല്യം തന്നെയാണ്. വിഭജനങ്ങൾക്കും വിഭാഗീയതകൾക്കും വർഗീയ ചിന്തകൾക്കും തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ എതിരു നിന്നയാളാണ് അദ്ദേഹം. എന്നാൽ വിഭജനത്തിനും വിഭാഗീയതയ്ക്കും വർഗീയതയ്ക്കും വിത്തിട്ട് മുളപ്പിച്ചവർ ഗാന്ധിജിയുടെ സംഭാവനകളെ പ്രകീർത്തിക്കുന്നതിന് പിന്നിൽ ഗൂഢമായ ലക്ഷ്യങ്ങളുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.
ഗാന്ധിജി ഇന്ത്യയുടേതാണ്. ഒരു മതഭ്രാന്തന്മാരുടെയും ജൽപ്പനങ്ങൾക്ക് ഗാന്ധിജിയുടെ ഓർമ്മകളെപ്പോലും വിട്ടുകൊടുക്കാനാവില്ല.